മഴ കനത്തതോടെ മലയോര മേഖലകളിൽ ജാഗ്രത വർദ്ധിപ്പിക്കുകയാണ്. മണ്ണിടിച്ചിൽ സാധ്യതയുള്ളതിനാൽ തിരുവനന്തപുരം പൊന്മുടിയിലേക്കുള്ള സന്ദർശനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ജലനിരപ്പ് ഉയർന്നതിനാൽ അരുവിക്കര ഡാമിന്റെ ഷട്ടർ ഉയർത്തി. ഇടുക്കി ജില്ലയിലെ മലയോര മേഖലകളിൽ രാത്രി യാത്രയും നിരോധിച്ചിട്ടുണ്ട്. കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ ഇന്ന് നടത്താനിരുന്ന APJ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാലയിലെ പരീക്ഷകൾ മാറ്റിവെച്ചു. ജയനസ് രാജുവും വിവരങ്ങളുമായി ചേരുന്നു. ഒപ്പം അരുൺ ശങ്കറും രാഹുൽ KVയും സാരംഗ് സുരേഷും ഒക്കെ വിവിധയിടങ്ങളിൽ നിന്നും വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. രാഹുൽ ജി നാഥിലേക്ക് ആദ്യം. രാഹുൽ, എങ്ങനെയാണ് ജില്ലയിൽ തിരുവനന്തപുരത്ത് മഴ? ഇപ്പോഴും ശക്തമായ മഴ വിവിധയിടങ്ങളിലുണ്ടോ? എന്തായാലും നിലവിൽ തിരുവനന്തപുരം ജില്ലയിൽ അലർട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ജാഗ്രതയുണ്ടായിരുന്നു. മഴയുണ്ടാകും എന്ന് തന്നെയായിരുന്നു പ്രതീക്ഷിച്ചത്. രാവിലെ എന്തായാലും മഴ അതിശക്തമല്ല, ചാറി നിൽക്കുകയാണ്. പക്ഷേ ഇടവേളകളില്ല, തുടർച്ചയായി ചാറി നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. 10 മണി വരെ ഓറഞ്ച് അലർട്ടാണ്. 7 മണി മുതൽ 10 മണി വരെ തിരുവനന്തപുരം ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ്. അതുകൊണ്ട് തന്നെ മഴ ഇങ്ങനെ തുടരുമെന്ന പ്രതീക്ഷയിലാണ് ആളുകളുള്ളത്. അതുകൊണ്ട് രാവിലെ ജോലിക്ക് ഇറങ്ങുന്നവർ ഉറപ്പായും ഒരു കുടയോ അല്ലെങ്കിൽ റെയിൻകോട്ടോ കരുതണം എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് പറയാനുള്ളത്. അതിനോടൊപ്പം തന്നെ നാശനഷ്ടങ്ങളൊന്നും നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതും ആശ്വാസകരമായ കാര്യമാണ്. അപ്പോഴും ഈ മണ്ണിടിച്ചിൽ സാധ്യത ഉള്ളതുകൊണ്ട് നേരത്തെ മോത്തി സൂചിപ്പിച്ചതുപോലെ പൊന്മുടി എക്കോ ടൂറിസത്തിലേക്കുള്ള പ്രവേശനം അതെന്തായാലും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ ആർക്കും പൊന്മുടിയിലേക്ക് സന്ദർശനത്തിന് എത്താനാകില്ല. ഒപ്പം അരുവിക്കര ഡാമിൻ്റെ 1 മുതൽ 4 ഷട്ടറുകൾ 10 സെന്റിമീറ്റർ ഉയർത്തിയിട്ടുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ്. ഒപ്പം സാങ്കേതിക സർവകലാശാലയുടെ പരീക്ഷകൾ ഇന്ന് മാറ്റിവെച്ചിട്ടുണ്ട്. മറ്റ് അവധികളും കാര്യങ്ങളുമില്ല. കാരണം ഒരു വെള്ളക്കെട്ടുണ്ടാകുന്ന ഘട്ടത്തിലേക്കൊന്നും കാര്യങ്ങൾ വന്നിട്ടില്ല. ബാക്കി വലിയ ബുദ്ധിമുട്ടുകൾ മഴ നിലവിൽ സൃഷ്ടിക്കുന്നില്ല. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശക്തി കുറഞ്ഞ് മഴ ഇടവേളകളില്ലാതെ ഇപ്പോൾ എന്തായാലും പെയ്യുകയാണ് രാവിലെ മുതൽ. അപ്പോൾ ഒരു കുടയുമായി ഇറങ്ങിയാൽ പോകാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ തിരുവനന്തപുരം ജില്ലയിലുള്ളത്. അത് ശക്തിയായി പെയ്താൽ പിന്നെ തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ ഭാഗങ്ങളും ഈ നഗരത്തിൻ്റെ ഭാഗങ്ങളെല്ലാം വെള്ളക്കെട്ടുണ്ടാകുന്നത് കാണുന്നതാണ്. മഴ ഒഴിയുമ്പോൾ അത് അങ്ങനെ മാറി നിൽക്കുന്നതും കാണുന്നുണ്ട്. അപ്പോൾ നിലവിൽ അത്തരം പ്രശ്നങ്ങളില്ല. ദിവസങ്ങൾക്ക് മുൻപാണ് ഇത്തരത്തിൽ കാട്ടാക്കടയിൽ ഒരു വീടിൻ്റെ മതിൽ തകർന്നുമായി ബന്ധപ്പെട്ട വാർത്ത നൽകിയത്. നിലവിൽ എന്തായാലും ഈ 2 ദിവസങ്ങളായി മഴ തുടരുന്നുണ്ടെങ്കിലും ഇത്തരത്തിൽ നാശനഷ്ടങ്ങളൊന്നുമില്ല. ഒപ്പം കാറ്റിൻ്റെ വേഗത കൂടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാറ്റാണ് എപ്പോഴും തിരുവനന്തപുരത്ത് വില്ലനായി നിൽക്കുന്നത്. മഴയ്ക്കൊപ്പം കാറ്റെത്തിയാൽ ഈ മരം കടപുഴകി വീണുള്ള അപകടങ്ങൾ ഉണ്ടാകാറുണ്ട്. നിലവിൽ എന്തായാലും കാറ്റുള്ള സാധ്യത പറയുന്നുണ്ടെങ്കിലും നിലവിൽ കാറ്റിന്റെ സാന്നിധ്യം അത്രയ്ക്കില്ല. അപ്പോഴും മലയോര മേഖലയിൽ മഴ പെയ്യുന്നത് ആശങ്കയാകുന്നുമുണ്ട്. എന്തായാലും നിലവിൽ ശക്തി കുറഞ്ഞ മഴ ഇടവേളകളില്ലാതെയാണ് തിരുവനന്തപുരം നഗരത്തിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. ശരി, രാഹുൽ ജി നാഥാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള വിവരങ്ങൾ പങ്കുവച്ചത്. ജെയിനസ് രാജുണ്ട് ഇടുക്കിയിൽ നിന്നും. ജെയിൻ, ഗുഡ് മോർണിംഗ്. മഴ ഇടുക്കിയിൽ ശക്തമാണോ? മലയോര മേഖലയിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ടല്ലോ, രാത്രി യാത്രയടക്കം നിയന്ത്രിച്ചിട്ടുണ്ടല്ലോ. തീർച്ചയായിട്ടും മോത്തി, രാവിലെ തന്നെ നല്ല മഴയാണ്. കഴിഞ്ഞ മണിക്കൂറുകളിൽ ശക്തമായ മഴയായിരുന്നു. ഇപ്പോൾ ആ ശക്തമായ മഴയ്ക്ക് ഒരു താൽക്കാലികമായിട്ടുള്ള ശമനം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ വരും മണിക്കൂറുകളിലും ശക്തമായ മഴയ്ക്കുള്ള സാധ്യത തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കൽപ്പിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും അനിഷ്ട സംഭവങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷേ മലയോര മേഖലയിലേക്ക് രാത്രി യാത്ര നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നു. വൈകിട്ട് 7 മണി മുതൽ രാവിലെ 6 മണി വരെയാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്നുള്ളതാണ് കരുതുന്നത്. പക്ഷേ ജാഗ്രത പാലിക്കേണ്ട ഒരു സമയമാണ്. തോട്ടം മേഖലയിലാണ് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി ഉള്ളത്, പ്രത്യേകിച്ച് ഏലത്തോട്ടത്തിലൊക്കെ ജോലി ചെയ്യുന്നവർ. കാരണം ഒരുപാട് മരങ്ങളുള്ള ഒരു സ്ഥലമാണ് ഏലത്തോട്ടം. അപ്പോൾ അവിടെ മരം കടപുഴകി വീണും അതോടൊപ്പം തന്നെ മരച്ചില്ലകൾ അടർന്നു വീണും ഒക്കെ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ജാഗ്രത പാലിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഡാമുകളുടെ കാര്യത്തിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിലില്ല. കാരണം ഡാമുകളിലെ ജലനിരപ്പൊക്കെ വളരെ കുറവാണ്. വരും ദിവസങ്ങളിൽ മഴ കൂടുതൽ ശക്തി പ്രാപിച്ചാൽ മാത്രമേ ചെറിയ ഡാമുകളുടേതാണെങ്കിൽ പോലും ഷട്ടറുകൾ ഉയർത്തേണ്ടി വരും. ഇപ്പോൾ മലങ്കര ഡാമിൻ്റെ ഷട്ടറുകൾ മാത്രമാണ് ഉയർത്തി വെച്ചിരിക്കുന്നത്. അത് അറ്റകുറ്റപ്പണികളുടെ ഭാഗമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ജലസ്രോതസ്സുകൾ പ്രത്യേകിച്ച് പുഴകളിലൊക്കെ ജലനിരപ്പ് പെട്ടെന്ന് ഉയരാനുള്ള ഒരു സാധ്യത നിലവിലില്ല. പോത്തി. ശരി, ഇടുക്കിയിൽ നിന്നുള്ള വിവരങ്ങൾ പങ്കുവച്ചത് ജയനസ് രാജുവാണ്. നമുക്കിനി കൊച്ചിയിൽ എന്താണ് വിവരങ്ങൾ എന്നറിയാം. അരുൺ ശങ്കർ ഉണ്ട്. അരുൺ ശങ്കർ, ഗുഡ് മോർണിംഗ്. കൊച്ചിയിൽ ശക്തമായ മഴയുണ്ടോ? അവധിയോ മറ്റോ പ്രഖ്യാപിച്ചിട്ടുണ്ടോ? നിലവിൽ സ്ഥിതി എന്താണ്?
നിലവിൽ എന്തായാലും അവധി പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ മഴ ശക്തമായി തന്നെ തുടരുകയാണ്. രാവിലെ മുതൽ മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ്. ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട്. ഇപ്പോൾ മഴയ്ക്ക് കുറച്ച് ശക്തി വന്നിട്ടുണ്ട്. ഈ ഓഫീസ് ടൈം ആയതിനാൽ ഇരുചക്ര വാഹനങ്ങളിലൊക്കെ യാത്ര ചെയ്യുന്നവർ നന്നേ ബുദ്ധിമുട്ടുന്നുണ്ട്. പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ മഴ തുടരുന്നുണ്ടെങ്കിലും നഗരത്തിലെ പല മേഖലകളിലും വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിട്ടില്ല. സാധാരണഗതിയിൽ ശക്തമായ മഴ ഉണ്ടായിക്കഴിഞ്ഞാൽ കൊച്ചി നഗരത്തിലെ മിക്ക മേഖലകളിലും വെള്ളക്കെട്ടുകൾ രൂപപ്പെടാറുണ്ട്. പക്ഷേ ഇന്ന് അത്തരത്തിലുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് വളരെ ആശ്വാസകരമാണ്. കിഴക്കൻ മേഖല നോക്കിയാലും മഴ പെയ്യുന്നുണ്ട്. പക്ഷേ മഴക്കെടുതികളൊന്നും ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആർക്കും പ്രതിസന്ധികൾ ഉണ്ടാക്കാതെ മഴ മുന്നോട്ട് പോവുകയാണെന്നുള്ളത് വലിയ ആശ്വാസകരമാണ്. കാരണം വലിയ മഴ പെയ്തു കഴിഞ്ഞാൽ, മഴ ശക്തി പ്രാപിച്ചു കഴിഞ്ഞാൽ പലതരത്തിലുള്ള മഴക്കെടുതികൾ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. പക്ഷേ ഈ മണിക്കൂറുകളിൽ അത്തരത്തിലുള്ളതൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഈ പനി വ്യാപകമാകുന്നു എന്നുള്ളൊരു വിഷയം കൊണ്ട് ഷിഗല്ല പോലുള്ള വെസ്റ്റ് നൈൽ പനി അങ്ങനെയൊക്കെയുള്ള പനികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഒഴിച്ചാൽ ഈ മഴക്കാലത്ത് മറ്റ് മഴക്കെടുതികളൊന്നും ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ശരി.